ബിരിയാണി, നല്ല അടിപൊളി ഫിഷ് ബിരിയാണി, അതും മൺചട്ടിയിൽ ദമ്മിട്ടെടുത്തത്. ടേസ്റ്റ് നിങ്ങൾക്ക് ഊഹിക്കാം, അത്ര ഗംഭീര സ്വാദാണ്. ഈ അടിപൊളി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടെന്ന് നോക്കാം. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ഇവിടെ വെള്ളച്ചൂരയാണ് എടുത്തിരിക്കുന്നത്, 800 ഗ്രാം. നല്ല ഫിഷാണ്, നല്ല കട്ടിയുള്ള ഫിഷാണ്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിൽ അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ പച്ചമുളക് ഇതുപോലെ അരച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ചുമന്ന മുളക് ഇതുപോലെ പൊടിച്ചെടുത്തത്, അല്പം കുരുമുളക് പൊടി, ഗരം മസാല, തൈര്, പിന്നെ മല്ലിയില, മിൻറ്റ് ഇവ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്, അല്പം നാരങ്ങ നീര്, ഇനി ഇത് നമുക്ക് നന്നായി മീനിൽ പിടിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം റെസ്റ്റിന് വേണ്ടി. എങ്കിലേ ഈ ഫ്ലേവർ എല്ലാം ഈ മീനിൽ പിടിച്ച് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് അരമണിക്കൂറത്തേക്ക് ഫ്രിഡ്ജ് വെക്കാം. ബിരിയാണി ഏതാണെങ്കിലും അരിയുടെ ക്വാളിറ്റി ഒരു മെയിൻ ഘടകമാണ് ബിരിയാണിയുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ. ഇത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള അരി തന്നെയാണ്. ഇനി നമുക്കിത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഒരു അരമണിക്കൂർ നേരത്തേക്ക്. അപ്പോഴേക്കും നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കണം. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കാഷ്യൂ, കിസ്മിസ്, ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം കിസ്മിസ് ഫ്രൈ ചെയ്തെടുക്കുക. അത് ശ്രദ്ധിക്കണം, കരിയാൻ ചാൻസ് ഉണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി കാഷ്യൂം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊരു 2 മീഡിയം സൈസ് സവാളയാണ് ഇതുപോലെ നൈസായി അരിഞ്ഞെടുത്തത്. അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകും വരെ ഫ്രൈ ചെയ്യുക. അപ്പം നമ്മുടെ അരി വേവിക്കാനുള്ള വെള്ളം തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അല്പം ഉപ്പ്, ബേ ലീഫ്, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കഴിയുമ്പം ഫ്ലേവറും കിട്ടും, പിന്നെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കുകയുമില്ല. ഇതൊരു ഏകദേശം 80% വേവിച്ചെടുക്കണം. ബാക്കി നമുക്ക് ദമ്മിൽ വേവിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ മീൻ മാരിനേഷന് വെച്ച മീൻ നല്ല സെറ്റായിട്ടുണ്ട്, എല്ലാം പിടിച്ച്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം റെഡിയാക്കി വെക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു 40 മിനിറ്റിനുള്ളിൽ. അപ്പം ഒരു സൈഡ് ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫിഷ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. അപ്പം എല്ലാവരും ഈ ബിരിയാണി, ഗംഭീര ബിരിയാണി ട്രൈ ചെയ്യണം.
ഇനി നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ചട്ടി നന്നായി ചൂടായതിനു ശേഷം കുക്കിംഗ് ഓയിലും അല്പം ഗീയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് അല്പം പെരുംജീരകം, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, പിന്നെ ഒരു ബേ ലീഫ്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് സവാള, ഒരു 6 സവാളയാണ് ഇതുപോലെ അരിച്ചത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ആഡ് ചെയ്യുമ്പം സവാള പെട്ടെന്ന് തന്നെ വഴണ്ടു വരാൻ സഹായിക്കും. ഏകദേശം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ഇതുപോലെ അരച്ചത്, ശേഷം നന്നായി ഒന്ന് ഇളക്കുക, പച്ചമണം മാറുന്നത് വരെ. പിന്നെ നമുക്കിത് സവാള മിക്സ് ചെയ്യാം. ഇനി പൊടിച്ചെടുത്ത റെഡ് ചില്ലിയാണിത്. കുരുമുളക്, ഗരം മസാല, പിന്നെ ബിരിയാണി മസാല ഒരു 2 ടീസ്പൂണോളം. അത് നല്ല ഫ്ലേവർ കിട്ടും ബിരിയാണി. നന്നായി വഴണ്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ നമുക്കിതിലേക്ക് 2 തക്കാളി ഇതുപോലെ അരിഞ്ഞത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ സീക്രട്ട് അല്പം ഷുഗർ, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി. നന്നായി ഇളക്കുക. നന്നായി വഴണ്ടു വന്നിട്ടുണ്ട് നമ്മുടെ മസാല. ഇനി അതിലേക്ക് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം, ഒരു 1/2 ഗ്ലാസോളം. അതിനുശേഷം ഒരു 3-4 മിനിറ്റേക്ക് വീണ്ടും നന്നായി ഇളക്കുക. നമ്മുടെ മസാലയ്ക്ക് നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ഒന്ന് ശ്രദ്ധിച്ച് മിക്സ് ചെയ്യുക, പൊടിയാൻ ചാൻസ് ഉണ്ട്. ഇത് ചൂരയായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നല്ല കട്ടിയുള്ള ഫിഷാണ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അല്പം കൊറിയാൻഡറും മിൻറ്റും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് 10 മിനിറ്റത്തേക്ക് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ മീനും മസാലയുമായിട്ട് നന്നായി മിക്സായി 10 മിനിറ്റിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ ടേസ്റ്റ് തരുന്നൊരു സംഭവമാണ് കാഷ്യൂ മിൽക്ക്. ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡിയായി. കുറച്ച് നമുക്കിതിൽ നിന്ന് മാറ്റണം, കാരണം 2 തട്ടായിട്ടാണ് നമ്മൾ ബിരിയാണി ദം ഇടുന്നത്. നമ്മുടെ അരി അപ്പോൾ 3/4 ഭാഗം വെന്ത് റെഡി ആയിട്ടുണ്ട്. ദമ്മിടിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം പകുതിയോളം ചോറ് ഇതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്യുക. ഇതുപോലെ സാധാരണ ബിരിയാണിയെക്കാട്ടിൽ വളരെ ടേസ്റ്റാണ് ദം ബിരിയാണി, കാരണം ഫ്ലേവർ എല്ലാം ചോറിൽ പിടിച്ച് നല്ല ടേസ്റ്റായി വരും. അല്പം നെയ്യിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ മഞ്ഞ കളർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്യുക. ടൈം കിട്ടുമ്പോൾ തീർച്ചയായും ഈ ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്യണം. ടേസ്റ്റ് ഗ്യാരണ്ടിയാണ്.
അപ്പോൾ നമ്മുടെ ബിരിയാണി ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡം സെറ്റ് ചെയ്യണം. ഇനി കുറച്ച് മൈദ ഇതുപോലെ നന്നായി കുഴച്ചതിന് ശേഷം ചട്ടിയിൽ നന്നായി പിടിപ്പിച്ചെടുക്കുക. ഇതിനകത്തുള്ള എയർ പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോസസ്സിങ്. ഇതിനകത്തുള്ള ഫ്ലേവറെല്ലാം ഇതിൽ പിടിച്ച് ബിരിയാണി നല്ല ടേസ്റ്റായിട്ട് വരും. ഇതുപോലെ ഒരു അടപ്പ് കൊണ്ട് നന്നായി ഒട്ടിച്ചെടുക്കുക. ലീക്കാകാതിരിക്കാൻ വേണ്ടിയാണിത്. അതിനുശേഷം അരമണിക്കൂറോളം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കണം. നമ്മുടെ ബിരിയാണിയുടെ ഒരു അടിപൊളി മണം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മനോഹരമായ ഫിഷ് ദം ബിരിയാണി, ചട്ടി ബിരിയാണി ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യുക.